പി മുകുന്ദേട്ടനുമായിട്ടുള്ളൊരു അടുപ്പവും ബന്ധമാണെന്ന് തോന്നില്ലേ കൂടുതൽ സജീവമാകാനായിട്ട്? അതെങ്ങനെയാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്ന ബന്ധമാകുന്നത്? ആദ്യം ഞങ്ങൾ RSSൻ്റെ കോഴിക്കോട് മേഖല അവിടുത്തെ വിഭാപ്രചാരകമായിരുന്നു മുകുന്ദേട്ടൻ. സംഘർഷ സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് മുകുന്ദേട്ടൻ 91 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. ആ സമയത്താണ് പിന്നെ കൂടുതൽ ബന്ധങ്ങൾ വന്നത്. അപ്പം യുവമോർച്ചയുടെ ചുമതല വല്ലതും ഉണ്ടോ? ഇല്ല. ആ സമയത്ത് യുവമോർച്ചയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അപ്പോഴും അധ്യാപക ജോലി തുടരുന്നു. അന്ന് ജോലി ഉണ്ടായിരുന്നു. 91 മുകുന്ദേട്ടൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആകുന്നത്. അതിനുശേഷം ഞാൻ മാരാർജി മഞ്ചേശ്വരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ അവിടെ ചുമതലക്കാരനായിട്ട് പോയി. അതിനുശേഷം തിരിച്ചു വന്നു. മാരാർജി സംസ്ഥാന അധ്യക്ഷനായി. അത് കഴിഞ്ഞിട്ടാണ് യുവമോർച്ച സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് മാരാജിയുടെ കാലത്താണ്. അതോടുകൂടി അവധിയെടുത്ത് പോരേണ്ടി വന്നു. അത് മൂന്നേട്ടൻ പറഞ്ഞു എടുത്ത് പോരാൻ പറഞ്ഞു. അതെ. മൂന്നേട്ടനായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞു. പിന്നെ എക്കാലം അവസാനം വരെ അദ്ദേഹം അവസാനം വരെ തിരുവനന്തപുരത്ത് നിംസ് ഹോസ്പിറ്റലായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. ആദ്യം അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അമൃതയിലേക്ക് മാറിയത്. അപ്പോൾ ഇവിടെ നിംസ് ആശുപത്രിയുടെ സമയത്തും അതുപോലെ തന്നെ അമൃതാനന്ദമയി ആശുപത്രിയുടെ സമയത്തും പോയി കാണാറുണ്ടായിരുന്നു. എൻ്റെ മക്കളോട് വലിയ സ്നേഹം. എൻ്റെ മകൾ പഠിച്ചത് അവിടെയായിരുന്നു, അമൃത ആശുപത്രിയിൽ. മകള് പോകാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈഫോടൊക്കെ ഭാര്യയോടൊക്കെ വളരെ നല്ല ബന്ധമായിരുന്നു. വിളിക്കാനും പറയാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു കുടുംബം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു. പറയാൻ താല്പര്യമില്ല, പറയണ്ട എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഈ കേരളത്തിലെ BJP അല്ലെങ്കിൽ RSS രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായിരുന്നു പി മുകുന്ദൻ എന്ന മൂന്നേട്ടൻ. ഞാനിപ്പോൾ ഈ കാലയളവിലും മൂന്നേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആവേശത്തോടുകൂടി എല്ലാവരും പറഞ്ഞ് അങ്ങും പറയുന്നു. മൂന്നേട്ടൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ പിന്നെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം ഒന്നുമല്ലാതായി പോവുകയും എനിക്ക് വന്ന് പിന്നെ BJPയുടെ RSSൻ്റെ ഒക്കെ ചുമതല മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരും നമ്മുടെ ചുമതലകളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും മാറ്റം സ്വാഭാവികമായിട്ട് സംഭവിക്കും. പിന്നെ എല്ലാ കാലത്തും ഒരേപോലെ സജീവത രംഗത്തുണ്ടാകാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംഘടനാ സെക്രട്ടറി, അദ്ദേഹം സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്നു BJPയുടെ. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഈ കേരളവും തമിഴ്നാടും കൂടിച്ചേർന്ന ഈ ദക്ഷിണ മേഖലയുടെ സംഘടനാ സെക്രട്ടറിയായി. ആ സമയത്താണ് ഞാൻ BJPയുടെ സംഘടനാ സെക്രട്ടറി ആകുന്നത്.